എന്റെ കൂടെയില്ലാത്തവൻ എനിക്ക് എതിരാണ്. യേശുവിന്റെ വാക്കുകൾ നിശ്ചലമായ വെള്ളത്തിൽ ഒരു കല്ല് പോലെ പതിക്കുന്നു. അവ അലയടിക്കുന്നു, മധ്യത്തിൽ സുഖമായി ഇരിക്കാൻ നമ്മെ അനുവദിക്കുന്നില്ല. നമുക്ക് നമ്മുടെ മധ്യനിരയെ സ്നേഹിക്കുന്നു, വിട്ടുവീഴ്ച, നിഷ്പക്ഷത, അധികം ആവശ്യപ്പെടാത്ത വിശ്വാസം. പക്ഷേ യേശു അത്തരമൊരു സ്ഥാനം നൽകുന്നില്ല. അവന്റെ ചോദ്യം വ്യക്തമായി കടന്നുപോകുന്നു: നിങ്ങൾ എന്നോടൊപ്പമുണ്ടോ? അതോ നിങ്ങൾ നിശബ്ദമായി വഴുതിവീഴുകയാണോ? ഇത് ഒരു ഭീഷണിയല്ല, ഇത് ഒരു ഉണർവാണ്. അർദ്ധമനസ്സാണ് ഏറ്റവും പഴയ പ്രലോഭനം, സ്നേഹത്തിൽ നിന്ന് നമ്മെ ഒഴുക്കിലേക്ക് കൊണ്ടുപോകുന്ന മന്ദഗതിയിലുള്ള പ്രവാഹം. യേശു ഈ തിരഞ്ഞെടുപ്പിനെ നാം എങ്ങനെ ജീവിക്കുന്നു എന്നതുമായി ബന്ധിപ്പിക്കുന്നു. ദൈവത്തോടുള്ള സ്നേഹത്തെ അയൽക്കാരനോടുള്ള സ്നേഹത്തിൽ നിന്ന് അവൻ ഒരിക്കലും വേർതിരിക്കുന്നില്ല. ഏറ്റവും വലിയ കൽപ്പന ചോദിക്കുമ്പോൾ അവൻ രണ്ട് ദിശകളിലായി ഒരു സത്യം നൽകുന്നു: ദൈവത്തെ നിങ്ങളുടെ പൂർണ്ണഹൃദയം, ആത്മാവ്, മനസ്സ്, ശക്തി എന്നിവ ഉപയോഗിച്ച് സ്നേഹിക്കുക, നിങ്ങളുടെ അയൽക്കാരനെ നിങ്ങളെപ്പോലെയും. രണ്ടാമത്തേത് ആദ്യത്തേതിൽ നിന്ന് പാറയിൽ നിന്നുള്ള വെള്ളം പോലെ ഒഴുകുന്നു. ദൈവം നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നാം കണ്ടുമുട്ടുന്ന ആളുകളിൽ അവൻ തന്റെ മുഖം കാണിക്കണം. നമ്മുടെ അരികിലുള്ള വ്യക്തിയിലേക്ക് ഒരിക്കലും എത്താത്ത സ്നേഹം അവൻ ഉദ്ദേശിക്കുന്ന സ്നേഹമല്ല. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എളുപ്പമാണ്. അയൽക്കാരനെ സ്നേഹിക്കുന്നത് തടസ്സപ്പെടുത്തുകയും നിരാശപ്പെടുത്തുകയും നമ്മുടെ സ്വാർത്ഥതയെ തുറന്നുകാട്ടുകയും ചെയ്യുന്നു. അത് കൂടുതൽ ബുദ്ധിമുട്ടാണ്. യേശുവിന് ഇത് അറിയാം. നമ്മുടെ കൈകളും വാക്കുകളും മറ്റൊരു വഴിക്ക് നീങ്ങുമ്പോൾ വിശ്വാസം സ്വകാര്യമായി ഹൃദയത്തിൽ ഒതുങ്ങിനിൽക്കുമെന്ന് നമ്മൾ സ്വയം പറയുന്നത് അവൻ കാണുന്നു. എന്നാൽ ഒരിക്കലും പ്രവൃത്തിയായി മാറാത്ത സ്നേഹം വികാരമായി മാറുന്നു. വികാരത്തിന് സുവിശേഷത്തിന്റെ ഭാരം താങ്ങാൻ കഴിയില്ല. എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ തുടങ്ങിയ ഒരു മനുഷ്യനെ സങ്കൽപ്പിക്കുക. ജോലിയുടെ തിരക്കിനു മുമ്പ്, മീറ്റിംഗുകൾക്കോ സമയപരിധികൾക്കോ മുമ്പ് അവൻ ശാന്തമായ പ്രാർത്ഥനയിൽ മുട്ടുകുത്തി. ആ നിമിഷങ്ങൾ അവനെ നങ്കൂരമിട്ടു. ലാഭത്തെക്കാളോ വിജയത്തെക്കാളോ വലുതായ ഒന്നിന്റേതാണെന്ന് അവനെ ഓർമ്മിപ്പിച്ചു. പിന്നീട് അവന്റെ ബിസിനസ് വളർന്നു. യാത്രകൾ പെരുകി. കോളുകൾ, വിമാനങ്ങൾ, ആവശ്യങ്ങൾ എന്നിവയാൽ നിറഞ്ഞ പ്രഭാതങ്ങൾ. ആദ്യം അവൻ ഒരിക്കൽ കുർബാന നഷ്ടപ്പെടുത്തി. പിന്നീട് പലപ്പോഴും. പ്രാർത്ഥന വഴുതിപ്പോയി, മിക്കവാറും മുന്നറിയിപ്പില്ലാതെ. ഒരു ദിവസം അവന്റെ ഓഫീസിൽ സത്യം അവനെ ബാധിച്ചു. അവൻ ദൈവത്തെ നിരസിച്ചിരുന്നില്ല, അവൻ ഇപ്പോഴും വിശ്വസിച്ചു. പക്ഷേ എന്തോ ഒന്ന് മാറി. ഞാൻ ദൈവത്തെ സ്നേഹിച്ചിരുന്നു, അവൻ മനസ്സിലാക്കി. ഇപ്പോൾ ഞാൻ എനിക്കുവേണ്ടി മാത്രം പ്രവർത്തിക്കുന്നു. നാടകമില്ല, കലാപമില്ല, 1000 ചെറിയ വ്യതിയാനങ്ങൾ മാത്രം. ഒന്നിനു പുറകെ ഒന്നായി. ഒന്ന് ഇന്നല്ല, വളരെയധികം. അങ്ങനെയാണ് ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നുപോകുന്നത്. ഒരൊറ്റ കുതിച്ചുചാട്ടത്തിലല്ല, മറിച്ച് എണ്ണമറ്റ നിശബ്ദ ചുവടുവെപ്പുകളിലൂടെ. നമ്മുടെ കസേരകൾക്ക് പുറത്ത് അതേ അന്ധത നാം കാണുന്നു. ഒരിക്കൽ ഒരു നേതാവ് ഒരു ചോദ്യം നേരിട്ടു: ദരിദ്രരെ മടിയന്മാരാക്കാൻ സാധ്യതയുള്ളപ്പോൾ അവരെ സഹായിക്കുന്നത് എന്തുകൊണ്ട്? അദ്ദേഹം അത് തിരിച്ചുവിട്ടു: ദരിദ്രരോട് ദാരിദ്ര്യം ഉപേക്ഷിക്കാൻ നമ്മൾ ആവശ്യപ്പെടുന്നതിനു മുമ്പ് സമ്പന്നരോട് അമിതമായി ഉപേക്ഷിക്കാൻ നമ്മൾ എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല? നമ്മുടെ രാഷ്ട്രീയം എന്തുതന്നെയായാലും നമ്മുടെ സ്വന്തം മിച്ചം പരിശോധിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കുറവുള്ളവനെ വിധിക്കുന്നത്. അയൽക്കാരനോടുള്ള സ്നേഹം നമ്മിൽ പ്രതിഫലിപ്പിക്കുന്ന ശക്തികളാണ്. നമുക്കും അവർക്കും ഇടയിൽ, നമ്മുടെ ആശ്വാസത്തിനും അവരുടെ നിലവിളിക്കും ഇടയിൽ നാം പണിയുന്ന മതിലിനെ വെല്ലുവിളിക്കുന്നു. സുവിശേഷം ഈ അപകടത്തെ മൂർച്ചയുള്ളതാക്കുന്നു. ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്കുള്ള വഴിയിൽ ഒരു മനുഷ്യൻ രക്തസ്രാവത്തോടെ കിടക്കുന്നു. പുരോഹിതനും ലേവ്യനും കടന്നുപോകുന്നു. നല്ല മതവിശ്വാസികൾ, ഒരുപക്ഷേ നല്ല കാരണങ്ങളാൽ. കടമ വിളിക്കുന്നു, പരിശുദ്ധി ഭരിക്കുന്നു. പക്ഷേ അവർ നടന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒരു ശമര്യക്കാരൻ, നിന്ദിതനായ ഒരു പുറംനാട്ടുകാരൻ നിർത്തുന്നു. അവൻ ഒരു പ്രശ്നം കാണുന്നില്ല, മറിച്ച് ഒരു വ്യക്തിയെ. അവൻ മുറിവുകൾ കെട്ടുന്നു, ആ മനുഷ്യനെ കഴുതപ്പുറത്ത് ഉയർത്തുന്നു, പരിചരണത്തിനായി പണം നൽകുന്നു. ഒഴികഴിവില്ല, കണക്കുകൂട്ടലില്ല, വികാരഭരിതമായ ഒരു ഹൃദയത്തിൽ നിന്ന് ഉടലെടുത്ത പ്രവൃത്തി. എന്നിരുന്നാലും ഈ സ്നേഹത്തിന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയില്ലെന്ന് സുവിശേഷം ഊന്നിപ്പറയുന്നു. മറിയ യേശുവിന്റെ കാൽക്കൽ ഇരിക്കുമ്പോൾ മാർത്ത ജോലികളിൽ മുഴുകുന്നു. മാർത്തയുടെ സേവനം പ്രധാനമാണ്. എന്നാൽ മറിയയ്ക്ക് ഈ ക്രമം അറിയാം. ആദ്യം നാം സ്നേഹത്തോട് അടുത്തുനിൽക്കുന്നു. ആ സാമീപ്യം നഷ്ടപ്പെടുന്നു, നമ്മുടെ പ്രവൃത്തി അസ്വസ്ഥവും നീരസവുമായി മാറുന്നു. പ്രാർത്ഥനയില്ലാത്ത സേവനം ശൂന്യമാകുന്നു. ക്രിസ്തുവിൽ വേരൂന്നിയ ഒരു ഹൃദയത്തിന് മാത്രമേ സുവിശേഷം ആവശ്യപ്പെടുന്ന സ്നേഹത്തെ നിലനിർത്താൻ കഴിയൂ. നോമ്പുകാലം നമ്മെ ആ താളത്തിലേക്ക് തിരികെ വിളിക്കുന്നു. ആദ്യം
അവനോടൊപ്പം ഇരിക്കുക. അവന്റെ വചനം നിസ്സംഗമായ സ്ഥലങ്ങളെ തുളച്ചുകയറട്ടെ. ക്ഷീണിച്ചതിനെ അവന്റെ സ്നേഹം പുതുക്കട്ടെ. പിന്നെ അയൽക്കാരനെ ഒരു വിഭാഗമായോ ഭാരമായോ അല്ല, മറിച്ച് നമ്മുടെ മുൻപിൽ ദൈവത്തിന്റെ ജീവനുള്ള പ്രതിച്ഛായയായി കാണാൻ എഴുന്നേൽക്കുക. ആ അയൽക്കാരൻ നമ്മൾ വിചാരിക്കുന്നതിലും അടുത്തായിരിക്കാം, നമ്മൾ ഒഴിവാക്കുന്ന കുടുംബാംഗം, നമ്മൾ വിധിക്കുന്ന സഹപ്രവർത്തകൻ, അസ്വസ്ഥത ഉളവാക്കുന്ന ആവശ്യം ഉള്ള അപരിചിതൻ. യേശുവിന്റെ ചോദ്യം ഇപ്പോഴും പ്രതിധ്വനിക്കുന്നു, നീ എന്നോടൊപ്പമുണ്ടോ? അവനോടൊപ്പമായിരിക്കുക എന്നതിനർത്ഥം അവന്റെ സ്നേഹം എല്ലാ തിരഞ്ഞെടുപ്പുകളെയും, എല്ലാ മുൻഗണനകളെയും, എല്ലാ ഏറ്റുമുട്ടലുകളെയും രൂപപ്പെടുത്താൻ അനുവദിക്കുക എന്നാണ്. നിസ്സംഗതയിലേക്കുള്ള വഴുതിപ്പോകൽ നിരസിക്കുക എന്നാണ്. എല്ലാ മുഖങ്ങളെയും ദൈവം സ്നേഹിക്കുന്ന ഒരാളായി കാണുകയും അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിനർത്ഥം. നമ്മൾ ഇടറിപ്പോകുമ്പോൾ, നമ്മൾ ഇടറിവീഴും, അവൻ പിന്തിരിയുന്നില്ല. നമ്മെ വെല്ലുവിളിക്കുന്ന അതേ കർത്താവ് വീണ്ടും ആരംഭിക്കാൻ കാത്തിരിക്കുന്നു. അതിനാൽ ഇന്ന് നമുക്ക് മടങ്ങാം. നമ്മെ ആദ്യം സ്നേഹിച്ച ദൈവത്തിലേക്ക് മടങ്ങുക. ആ സ്നേഹത്തിൽ നിന്ന് നമ്മുടെ കണ്ണുകൾ നമ്മുടെ വഴിയിൽ അയൽക്കാരനെ തിരിച്ചറിയാനും അവരെ സമീപിക്കാനും ഒരിക്കൽ കൂടി പഠിക്കട്ടെ. ആമേൻ.